ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 എൻജിൻ വർക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ അതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ട് അതിൻ്റെ ബോഡി ഭാഗമൊക്കെ ഒന്ന് അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച വർക്ക് കംപ്ലീറ്റ് ആയതാണ്. പക്ഷേ നമുക്കത് വാഷിങ്ങിലേക്ക് പോയി വരാനായിട്ട് താമസം വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് ഡെലിവറി ആയത്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ബാറ്ററിയുടെ ഒക്കെ ആയാലും ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ 1 ഇയർ വാറണ്ടിയിലുള്ള സർവീസ് വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. അതായത് 4 മാസം കൂടുമ്പോൾ 3 സർവീസ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റിലത്തെ 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓയിൽ മാറ്റി ഫിൽറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ ഡീറ്റെയിൽസ് ഇവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ കവറൊക്കെ ഫുള്ള് പൊട്ടി കിടക്കാറുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ആ ഒരു സെറ്റപ്പ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടി കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജർക്കിങ് ഒക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് തൽക്കാലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം വരും. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓടുന്ന സമയത്ത് സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ പുക വരും. അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സൈലൻസർ ചൂടായി കഴിയുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് സൈലൻസർ ചൂടായി കഴിയുമ്പോൾ സൈലൻസറിൽ നിന്ന് പുക വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടി വണ്ടിക്ക് പുകയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓയിൽ ചിലവായിട്ടാണ് നമ്മൾ അഴിച്ചാലോ. അപ്പോൾ ഫസ്റ്റായി ഇറങ്ങിയേക്കണ ഓയിൽ ഇതിൻ്റെ കാത്തലിക് കൺവെർട്ടർ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഉള്ളിലുണ്ട്. അത് കത്തി തീരണ വരെ പുകയുടെ പ്രശ്നം ചെറുതായിട്ട് അതിനകത്ത് ഉണ്ടാവും. നല്ലോണം ചൂടായിട്ട് ഓടുമ്പോഴാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണമെന്നില്ല. ഇനി ബൈ ചാൻസ് നമുക്ക് സൈലൻസറിൽ നിന്ന് പുകയുടെ ഇത് കാണുമ്പോൾ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. കാരണം നമ്മൾ ബാക്കിയതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കണേ. നമ്മൾ മുൻകൂട്ടി പറഞ്ഞതിൻ്റെ കാരണം ഇതിൽ സ്വാഭാവികമായിട്ടും പുക കാണുമ്പോൾ വിചാരിക്കും നമുക്ക് വീണ്ടും പ്രശ്നമാണോ എന്നുള്ളൊരു ധാരണ വരും. അതില്ലാതിരിക്കാനാണ് മുൻകൂട്ടി പറഞ്ഞത്. നമുക്കെന്ന് വെച്ചാൽ സൈലൻസറിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഐറ്റം മണ്ണുണ്ട് അതിൻ്റെ ഉള്ളിൽ, കാത്തലിക് കൺവെർട്ടറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കതൊരു ദോഷമായിട്ട് വരും. അതുകൊണ്ടാണ് തൽക്കാലം നമുക്ക് അതങ്ങനെ ചെയ്യൽ നടക്കില്ല. അത് പതുക്കെ ചൂടായിട്ട് കത്തി പൊക്കോളും കേട്ടോ. അതുവരെ ആ പുകയുടെ പ്രോബ്ലം കാണിക്കും. അത് കാണുമ്പോൾ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്കൊരു ഉച്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുക്കാം കേട്ടോ. ഒരു 2 മണി 2:30 ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വണ്ടി എടുക്കാം.